സ്മൃതി തരംഗം. ആകാശവാണിയുടെ ശബ്ദശേഖരത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി. സ്വാതന്ത്ര്യ സമര സേനാനി, കേരള നിയമസഭയിൽ മന്ത്രി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച പി ഉമ്മർകോയ ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൽ അടിയുറച്ചുനിന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പുതിയപുര ഉമ്മർകോയ എന്ന പി ഉമ്മർകോയയുമായി നവാസ് പൂനൂർ നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന്. ഒരുപാട് ജീവിതാനുഭവങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ സേവന പാരമ്പര്യവുമുള്ള അങ്ങയുടെ ബാല്യകാല സ്മരണകൾ അയവർക്കിക്കൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. ഉമ്മർകോയ സാഹിബിന്റെ ബാല്യകാല സാമൂഹ്യ ചുറ്റുപാടുകൾ ഒന്ന് വിശദീകരിക്കാമോ? എല്ലാ കാര്യങ്ങൾക്കും വളരെ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നൊരു കാലത്താണ് ഞാനിവിടെ ഈ കൊച്ചു വീട്ടിൽ ജനിച്ചു വളർന്നത്. പക്ഷേ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം എൻ്റെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ലഭിച്ചു. സ്നേഹമുള്ളവരായിരുന്നു ജനങ്ങൾ. ഓരോ കുട്ടിയെയും വേണ്ടതുപോലെ സ്നേഹിച്ചു വളർത്താൻ ബദ്ധപ്പാട് കാണിച്ചവരായിരുന്നു എൻ്റെ അമ്മയും ജ്യേഷ്ഠന്മാരുമൊക്കെ. എൻ്റെ പിതാവ് ഞാൻ വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ നിരക്ഷരതയായിരുന്നു സർവത്ര. എൻ്റെ മാതാവൊന്നും ഒരു അക്ഷരം പോലും പഠിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് എന്നെ സ്കൂളിൽ ചേർത്തിയ മുതൽ നിർബന്ധമായിരുന്നു ഞാൻ വായിക്കണം, ദിവസവും വായിക്കണം. അങ്ങനെ അവരെൻ്റെ മുമ്പിൽ വന്നിരുന്ന് എന്നെ നിർബന്ധിച്ച് വായിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് വായനശീലം ഉണ്ടാവുന്നത്. ശരിയായി കൃത്യമായിട്ട് സ്കൂളിൽ പോവുക, കൃത്യമായ സ്വഭാവങ്ങൾ ഉണ്ടാവുക, അതുപോലെ കൃത്യമായി പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോവുക, ഇങ്ങനെയുള്ള പല പാഠങ്ങളും നൽകിക്കൊണ്ട് അവരെന്നെ എല്ലാ വിധത്തിലും വളർത്താൻ ശ്രമിച്ചു അന്നത്തെ കുടുംബം. ഞാൻ ആ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ജനിക്കുന്നതിൻ്റെ കുറച്ച് കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു മിഡിൽ സ്കൂൾ വന്നത്. അതെനിക്ക് ഭാഗ്യമായി. അത് അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ തുടങ്ങുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഹൈസ്കൂൾ പഠിക്കാനൊക്കെ ഞാൻ വളരെ ദൂരത്ത് നടന്നാണ് പോയത്, യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത്. അപ്പോൾ ഈ പ്രദേശത്തൊന്നും വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാതിരുന്നൊരു കാലം. അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ ചിന്തയും ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസപരമായ വളർച്ച വേണം എന്ന നിർബന്ധം വന്ന് എൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നോക്കം നിൽക്കുന്നതിൽ ഒരു ദോഷവും ഇല്ലെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പഴയ കാലത്തെ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. MM സ്കൂൾ അത് നിലവിൽ വന്നത് ഞാൻ ജനിക്കുന്നതിൻ്റെ ഒരു 3 കൊല്ലം മുമ്പാണ്. 8ാം ക്ലാസ് വരെയുള്ളൊരു മിഡിൽ സ്കൂൾ. അതെനിക്ക് വലിയ ഭാഗ്യമായി. വീട്ടിൻ്റെ തൊട്ടടുത്ത സ്കൂൾ മാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരൊക്കെ കുട്ടികളോട് വേണ്ടതുപോലെ സ്നേഹവും ശ്രദ്ധയും കാണിച്ചു. കുട്ടികളെ ശരിയായ വിധത്തിൽ പഠിപ്പിച്ച് വളർത്തണമെന്നുള്ള വിചാരക്കാരായിരുന്നു അന്നത്തെ അധ്യാപകരൊക്കെ. താങ്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂളിന്റെ ഭരണസമിതിയിൽ പിന്നെ താങ്കൾ എത്തിപ്പെടുകയും അതിന്റെ കടിഞ്ഞാണൊക്കെ താങ്കളുടെ കയ്യിൽ വരികയും ചെയ്തു. അപ്പൊ അതിൽ പരിപൂർണമായ സംതൃപ്തി അനുഭവപ്പെടുന്നുണ്ടോ? ആ കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാലമാണല്ലോ ഇത്. അന്ന് നമുക്കുണ്ടായിരുന്ന അസൗകര്യങ്ങൾ പലതും നമുക്ക് നീക്കാൻ പറ്റി. പക്ഷെ എന്നാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ച വേണ്ടതുപോലെ ആക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ രക്ഷിതാക്കന്മാർക്ക് പോലും വേണ്ടത്ര താല്പര്യമില്ല. അധ്യാപകരും ഇതൊരു വെറും തൊഴിലായിട്ട് എടുത്തിരിക്കുകയാണ്. കുട്ടികളോട് എന്തെങ്കിലും ശരിയായ വിധത്തിലുള്ള ഇണക്കവും ബന്ധവും വേണം എന്നുള്ള നിർബന്ധവും അവർക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസ നിലയെക്കുറിച്ച് ഞാൻ വളരെയധികം വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഇത് നമുക്ക് പോരാ. ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ കുട്ടികളെ വേണ്ടതുപോലെ വളർത്തുകയില്ല എന്ന ഭയമാണ് എനിക്ക്. യൗവനകാലത്ത് നിങ്ങളൊരു തികഞ്ഞ ദേശീയവാദിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസംഗകനും നേതാവൊക്കെ ആയിരുന്നല്ലോ. അന്നത്തെ ആദർശപരത രാഷ്ട്രീയ രംഗത്തിന് കൈമോശം വന്നു പോയതുകൊണ്ടാണോ പിന്നീട് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചത്? തീർച്ചയായും. ഞാനൊരു 1960 കാലത്ത് ഞാനൊരു മന്ത്രിയുമായിരുന്നു. ആ കാലത്ത് എന്റെ അനുഭവങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു. ആ രാഷ്ട്രീയം എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നി. കാരണം ഞാൻ ആദർശപരത കൊണ്ടാണ് രാഷ്ട്രീയക്കാരനായത്. ഞാൻ ഏറ്റവും ബഹുമാനിച്ചിരുന്ന നേതാക്കന്മാർ കേളപ്പജി, മാധവമേനോൻ, അബ്ദുറഹിമാൻ സാഹിബ്, മൊയ്തു മൗലവി സാഹിബ്, എന്തിനു മഹാത്മാഗാന്ധി, ഇവരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിരുന്ന ആ കാഴ്ചപ്പാട് അതിന് തീരെ വിപരീതമായ നിലയിലാണ് സ്ഥിതിഗതികൾ നീങ്ങുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ആ രാഷ്ട്രീയം വേണ്ടെന്ന് തോന്നി. ഞാൻ നിർത്തിക്കളഞ്ഞു. 35 കൊല്ലം മുമ്പ് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഈ മൂല്യച്യുതി എല്ലാ രംഗത്തും സംഭവിക്കുന്ന കാര്യമാണല്ലോ, രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ. അപ്പൊ താങ്കളെപ്പോലെ രാഷ്ട്രീയ ശുദ്ധിയൊക്കെ ഉള്ള ആളുകൾ അതിൽ നിന്ന് ഒളിച്ചോടാതെ അതിൽ തന്നെ നിന്ന് സംസ്കരിക്കുകയായിരുന്നില്ലേ വേണ്ടത്? അത് ഫലം ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷെ അത് ഫലിക്കില്ല. കാരണം ആ വിധത്തിലുള്ളൊരു ഒഴുക്കാണത്. അങ്ങനെ ആളുകൾ കുറേ കാലം കഴിയും, എന്നിട്ട് പിന്നെ അനുഭവം കൊണ്ട് പഠിക്കണം പലതും. അപ്പോൾ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി ഞാൻ അതിൽ നിന്ന് മാറി.
അപ്പോഴും ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വഴി കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്തിറങ്ങുന്നത്. ഗാന്ധി മാർഗം, അതിൽ കൂടി ജനങ്ങളെ കൂടുതൽ കാര്യബോധമുള്ളവരാക്കുക, അതാണ് ഞാൻ കണ്ട വഴി. ഗാന്ധി തത്വപ്രചാരണരായിട്ടാണല്ലോ ഇപ്പോൾ താങ്കൾ അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം ഒന്ന് വിശദീകരിക്കാമോ? ഗാന്ധിജിയെ എനിക്ക് ആദ്യം മുതലേ ബഹുമാനമായിരുന്നു. എന്റെ എല്ലാവിധത്തിലുള്ള ചൈതന്യവും വ്യക്തിയിൽ നിന്നാണ് ലഭിച്ചത്. എനിക്ക് നേരിട്ട് കാണാനും ഭാഗ്യമുണ്ടായി. ഗാന്ധിജി മദുരാശിയിൽ വന്നപ്പോ ഞാൻ കണ്ടു. ആ വ്യക്തി വൈശിഷ്ട്യം എന്നെ സ്വാധീനിച്ചു. ഞങ്ങൾക്ക് ഗാന്ധിജി ഇന്റർവ്യൂവിന് അനുവദിച്ച സമയം വ്യായാമത്തിന് വേണ്ടി നടക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥന യോഗത്തിലെത്തി. അത് കഴിഞ്ഞ് വളണ്ടിയർമാർ ഗാന്ധിജി നടക്കുന്ന ടെറസുമലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അതാ പിറകെ ബന്ധപ്പെട്ട് നടന്നു വരുന്നു ഈ മനുഷ്യൻ. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറയുകയാണ്, ഇതാ നോക്കൂ, ഇത് ഞാൻ നടക്കുന്ന സമയമാണ്, നിങ്ങൾക്ക് നടന്ന് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തൊരു ഹൃദയവിശാലത. അപ്പതാ എന്റെ കൂട്ടുകാരനായിരുന്ന മൗലവി സാഹിബ് പറഞ്ഞു, വേണ്ട ബാപ്പു നടന്നോളൂ, ഞങ്ങൾ കൂടെ നടന്ന് സംസാരിച്ചോളാം. അപ്പ പറഞ്ഞത് എന്താണെന്നോ, എന്നാൽ ഞാൻ മെല്ലെ നടക്കാം. ഇതാണ് ഗാന്ധിജി. അങ്ങനെയുള്ള ഗാന്ധിജിയിൽ നിന്ന് നേരിട്ടൊരു ഉപദേശവും കിട്ടി. എന്താണ് രാഷ്ട്രം? രാഷ്ട്രമെന്ന് പറഞ്ഞാൽ ജനതയാണ്. എന്താണ് രാഷ്ട്രത്തിന്റെ അടിത്തറ? ജനങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമാണ് അടിത്തറ. ആ സ്നേഹബന്ധത്തിന് വെളിച്ചിൽ തട്ടിയാൽ രാഷ്ട്രത്തിന്റെ അടിത്തറ തന്നെ തകർന്നു പോകും. നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ടെങ്കിൽ ഇതാ രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിക്കാനുള്ളൊരു വഴി, ജനബന്ധം ഊട്ടിയുറപ്പിക്കാൻ പരമാവധി ശ്രമിക്കൂ. ഞാൻ ആ ഉപദേശം അങ്ങനെ തന്നെ കൈക്കൊള്ളുവാനാണ്. ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ വികാരാധീനാവുന്ന അങ്ങക്ക് ഗാന്ധിജിയെക്കുറിച്ചുള്ള ഓർമ്മകൾ യുവതലമുറയിൽ നിലനിർത്താനുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കുറെ കൂടി വ്യാപകമായി ചെയ്തുകൂടെ? വളരെ വളരെ പരിമിതമാണ് എൻ്റെ പ്രവർത്തന മേഖല, വളരെ പരിമിതമാണ്. കാരണം ഈ ഗാന്ധിയൻ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്നും വളരെ പരിമിതമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ തന്നെയും ഒത്തൊരുമിക്കാനോ ഇങ്ങനെ എന്തെങ്കിലും കർമ്മപരിപാടിയിൽ ഏർപ്പെടാനോ വേദികളില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന പഠന ക്ലാസുകൾ, എന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന വേദികൾ, ഇത് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. മാത്രമല്ല, നമുക്കൊന്നും ഇന്ന് മാർക്കറ്റില്ല. അതുകൊണ്ട് പ്രസിദ്ധീകരണം വളരെ കുറവാണ്. ഇങ്ങനെയുള്ള നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുത്താൽ ആര് പ്രസിദ്ധീകരണം തരില്ല. കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭാരവാഹിയാണല്ലോ താങ്കൾ. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിദ്യാഭ്യാസം തഴച്ചു വളർന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. വളരെ സൗകര്യങ്ങൾ കൂടി, പുതിയ പുതിയ കോഴ്സുകൾ, നമ്മളുടെ ഇളം തലമുറക്കാരെ പുതിയ മാനദണ്ഡങ്ങളും സങ്കേതങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന വലിയ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? സംസ്കാരത്തിനാണ്. അതിന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇന്ന് വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് സാംസ്കാരികമായ ഒരു ഉത്തേജനം കിട്ടുന്നുണ്ടോ? ഇല്ല. കുട്ടികൾ പഠിക്കുന്നു ഭൗതികമായിട്ടുള്ള ചിന്തകളുമായി. മനസ്സംസ്കാരം കിട്ടാതെ കണ്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പോരായ്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ മുസ്ലിം സമുദായം. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മുസ്ലിമുകളുടെ വിദ്യാഭ്യാസം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. ആ പഴയ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വളരെ വ്യത്യാസമാണ്. കാരണം എല്ലാ പ്രദേശങ്ങളിലും വിദ്യാലയങ്ങളിലും കോളേജുകളും വന്നു. കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ കുട്ടികൾ വിദ്യാഭ്യാസപരമായി വളരുന്നുണ്ട്. പക്ഷെ അവർ സാംസ്കാരികമായി വളരുന്നില്ല എന്നതാണ് എന്റെ സങ്കടം. സാംസ്കാരികമായി വളരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം, സാംസ്കാരികമായി വളരണമെങ്കിൽ ധാർമ്മികമായ ചിന്തയും മതചിന്തയും ഒക്കെ വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ധാർമ്മികമായിട്ടുള്ള ബോധം വേണം. അത് മതപരമാവാം, ഇനി മതപരമല്ലെങ്കിലും ധാർമ്മികമായ ബോധം വേണം. അതുപോലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട മൂല്യബോധത്തിനാണ്. മൂല്യങ്ങൾ, സ്നേഹം, സത്യം, ദയ, സഹിഷ്ണുത, ഇതൊക്കെയാണ് മൂല്യങ്ങൾ. നമുക്ക് കൈമേശം വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി, കേരള നിയമസഭയിൽ മന്ത്രി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച പി ഉമ്മർ കോയയുമായി നവാസ് പുനൂർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് ഇന്നത്തെ സ്മൃതി തരംഗം സമാപിക്കുന്നു.